ഏതാ മക്കളെ ചെയ്യാൻ പോകുന്നത്? ഡെമോൺസ്ട്രേഷൻ പ്രോബ്ലം 7. ഇത് നമ്മുടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ CMA ഫൗണ്ടേഷൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ. അപ് ടു ഏത് വരെ? 12 അല്ലേ? ടോട്ടൽ ക്വസ്റ്റ്യനുള്ള 12 വരെ അങ്ങനെയാണ്. ഓക്കെ, യെസ്. നോക്കല്ലേ, DP 6 വായിക്കാം, 7 വായിക്കാം. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് രമേശ് എൻ്റർപ്രൈസ് പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ തന്നുള്ള ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ഏതാണ്? പാസ്ബുക്ക്. എത്ര എമൗണ്ട് പറഞ്ഞു? 88,000. അപ്പോൾ എഴുതി വെക്കും ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 31 മാർച്ച് 2023. എന്നിട്ട് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ചെയ്ത് എഴുതി വെച്ചു പാസ്ബുക്ക് അല്ലേ? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എത്രയാണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 88,000 അല്ലേ? യെസ്. പിന്നെ അടുത്ത് പറയും പോയിന്റ് ബി വായിക്കും. ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ഫോർ എത്രയാണ്? 58,000. ബട്ട് ഓൺലി 20,000 വെർ ക്ലിയർഡ് ടിൽ 31 മാർച്ച് 2023. അപ്പം നമ്മളെ ബാലൻസ് ഇപ്പോൾ എന്താ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? ആസ് പെർ ഏതാണ്? പാസ്ബുക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പാസ്ബുക്കാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, സത്യത്തിൽ ഇത് ഏതാണ്? ബാങ്ക് ഓഡിയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ പാസ്ബുക്കായിട്ട് എന്ത് ചെയ്യുക? കരുതാം. അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തായിട്ടും കരുതാം? ക്യാഷ് ബുക്കായിട്ട് എന്ത് ചെയ്യാം? കരുതാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പം ക്യാഷ് ബുക്കായിട്ട് കരുതിയാൽ നിങ്ങൾ എന്താ പറയുക? അത് ഇതെങ്ങനെ സെറ്റാക്കും? ക്യാഷ് ബുക്കായിട്ട് കരുതിയാൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യും? ഓക്കെ അല്ലേ? അപ്പോൾ അതൊരു പ്രയാസം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? പാസ്ബുക്കായിട്ടും ട്രീറ്റ് ചെയ്യാം, സാധാ പാസ്ബുക്ക്. ബി, ഫസ്റ്റ് പോയിന്റ് ബി അല്ലേ? എന്താ വൈക്ക്? ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര രൂപയ്ക്കാ? 58,000. ബട്ട് ഓൺലി 20,000 വേർ ക്ലിയർഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാത്തതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ? 58,000 എത്രയാണ്? 20,000 ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇനി എത്രയാണ്? 38,000 എന്താണ്? നോട്ട് ക്ലിയർഡ് അല്ലേ? അല്ലേ? അതിനെന്താ നമ്മൾ പറയാ? ചെക്ക് റിസീവ്ഡ് ബട്ട് നോട്ട് ഏതാണ്? ക്രെഡിറ്റഡ്. പ്രസൻറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. ചെക്ക് നമ്മൾ എവിടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാങ്ക് എന്ത് ചെയ്തിട്ടില്ല? അത് ക്രെഡിറ്റ് ചെയ്ത് എത്ര മാത്രമേ ഉള്ളൂ? 20,000 മാത്രമേ. ക്ലിയർ ചെയ്യുക പറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര ക്രെഡിറ്റ് ചെയ്യാത്തത്? 38,000. പിടിച്ചോ. അപ്പോൾ 38,000 മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഏതിൽ നിന്ന് കുറയ്ക്കണം? ചെക്ക് കിട്ടിയപ്പോൾ തന്നെ 38,000 എവിടെ കൂട്ടി? ക്യാഷ് ബുക്കിൽ കൂട്ടിയില്ലേ? പക്ഷെ പാസ്ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല? കൂടിയിട്ടില്ല. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പാസ്ബുക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? ക്ലിയർ? 38,000 എന്ത് ചെയ്യണം? കൂട്ടണം. പക്ഷേ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു പോട്ടെ അല്ലേ? ഇപ്പം നിങ്ങൾ ഏകദേശം ട്രാക്ക് ആയില്ലേ? യെസ്. 38,000 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അടുത്ത ഐറ്റം പറയൂ, ശ്രദ്ധിച്ച് പറയണം. ചെക്ക് ഇഷ്യൂഡ് 25,000, 38,000, 20,000. അങ്ങനെ കുറേ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദ ചെക്ക് ഓഫ് 58,000 ഈ സ്റ്റിൽ വിത്ത് ദ സപ്ലയർ. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ മീനിങ് എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് തെറ്റിയതാവും. മേ ബി ഇത് 38,000 എത്ര ആവും? 58,000 ആയിരിക്കും. അങ്ങനെ ആക്കാം നമുക്ക്. അല്ലെങ്കിൽ മനസ്സിലായി? മനസ്സിലായാ? ചെക്ക് 20,000-ൻ്റെയും 38,000-ൻ്റെയും 20,000-ൻ്റെ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ 58,000-ൻ്റെ ചെക്ക് എന്ത് ചെയ്തിട്ടില്ല? ക്ലിയർ ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്ക് വേണ്ടേ? അപ്പോൾ ഇത് 38 ആവില്ല. എത്രയാണ്? 58 ആവും പറയാം. ശരിയായിക്കോളൂ. കേട്ടില്ല? മൊത്തം കൂടി ടോട്ടൽ ചെയ്താൽ 58 വരുമോ? 38ഉം ഓക്കെ, അങ്ങനെയും ചെയ്യാം. അതൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ വെട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ അതെന്തായാലും എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുന്ന എമൗണ്ട് എത്രയാണ്? 58,000. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇത് രണ്ടും കൂടെ 38ഉം ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. 38 രൂപയാണ്. ഈ 38 രൂപേൻ്റെ ചെക്ക് എന്ത് ചെയ്തിട്ടില്ല? എപ്പോഴും കളക്ട് ചെയ്തില്ല. അപ്പോൾ പിടിക്കും. ചെക്ക് ഇഷ്യൂ ചെയ്ത് 58,000 രൂപയുടെ. അപ്പോൾ ഇവിടുന്ന് കുറയണം? ക്യാഷ് ബുക്കിൽ നിന്ന് കുറയണം. പക്ഷേ അത് പാസ്ബുക്കിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. പാസ്ബുക്കാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം.
58,000 ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ദെൻ അടുത്തായിട്ട് ഏതാ? പോയിന്റ് ഡി. ഡിവിഡൻഡ് കളക്റ്റഡ് ബൈ ബാങ്ക് 12,500 വാസ് റോങ്ലി എൻറ്റേർഡ് ആസ് 15,200 ഇൻ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. അപ്പോൾ എത്ര രൂപയാണ് നമ്മൾ റോങ്ലി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്? പറയ്. ഡിഫറൻസ് എത്ര വരും ഇതിൻ്റെ? 12,500 15,200 ഡിഫറൻസ് എത്ര? 2,700. അപ്പോൾ ഒന്ന് പിടിച്ചോട്ടാ, പിടിച്ചോ. ഡിവിഡൻഡ് ബാങ്ക് കളക്ട് ചെയ്ത്, അപ്പോൾ ക്യാഷ് ബുക്ക് ബാങ്കിൽ പോയി കൂടി. ബാങ്കിൽ കൂടുക എന്ന് പറഞ്ഞാൽ ഏത് കൂടി? പാസ്ബുക്ക് കൂടി. എത്ര കൂടി പാസ്ബുക്ക്? അടിക്ക് 12,500 കൂടി. അത്ര തന്നെ എവിടെയും കൂടണം? ക്യാഷ് ബുക്കിലും കൂടണം. കൂട്ടി, കുറച്ചേറെ കൂട്ടി. ഓക്കെ അല്ലേ? എത്രയാണ് ഏറെ കൂട്ടിയത്? 2,500. 2,700. അത് നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷെ ഇപ്പോൾ നമ്മുടെ പാസ്ബുക്ക് ആയതുകൊണ്ട് അത് എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ അല്ലേ? ക്ലിയർ? ഒന്നുകൂടെ പറയാം. പിടിക്കണം. റെഡി അല്ലേ? 12,500 ഡിവിഡൻഡ് കളക്ട് ചെയ്ത് ബാങ്ക്. അപ്പോൾ പാസ്ബുക്കിൽ എത്ര കൂടി? 12,500 കൂട്ടിയാ. പക്ഷെ ഇവർ 12,500 കടന്ന് 15,200 കൂട്ടി. അപ്പോൾ ഒരു ഡിഫറൻസ് ഇപ്പോൾ എത്ര ഉള്ളത്? വേണ്ട, ഞാൻ അങ്ങനെ പറയാം. ഡിവിഡൻഡ് കളക്ട് ചെയ്ത് ബാങ്ക്. അപ്പോൾ എത്ര കൂടി? പാസ്ബുക്കിൽ 12,500 കൂടിയില്ലേ? ക്യാഷ് ബുക്ക് 12,500 കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈക്വലായില്ലേ? കൂടാതെ ഒരു 2,500 കൂടെ എന്ത് ചെയ്ത് എക്സ്ട്രാ കൂട്ടി. ഈ എക്സ്ട്രാ കൂട്ടിയതിനെ ക്യാഷ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്യാഷ് ബുക്ക് അല്ല, ഏതാ? പാസ്ബുക്കാണ്. അപ്പോൾ ആ 2,500 പാസ്ബുക്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. 2,500 കുറയ്ക്കണം. ദെൻ അടുത്തായിട്ട് ഏതാ? എമൗണ്ട് ട്രാൻസ്ഫേർഡ് ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ടു ഏതാണ്? കറണ്ട് 20,000 അപ്പിയർഡ് ഓൺലി ഇൻ ഏതാണ്? പാസ്ബുക്ക്. ശ്രദ്ധിക്കും, ക്യാഷ് ബുക്ക് ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട് അല്ലേ? ക്ലിയർ? പാസ്ബുക്ക് നമ്മളെ കറണ്ട് അക്കൗണ്ട് അല്ലേ? ഇത് കൂടാതെ വേറെ ഒന്നുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിൽ നിന്ന് ഒരു 20,000 എടുത്തിട്ട് എങ്ങോട്ട് കയറി? ബാങ്കിലേക്ക് പോയി. വിച്ച് മീൻസ് ഏത് കൂടി? പാസ്ബുക്കിൽ എമൗണ്ട് എത്ര കൂടി? 20,000 കൂടി. പക്ഷെ അത് ഓൺലി ഇൻ പാസ്ബുക്ക് മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്താണ്? പാസ്ബുക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഒന്നുകൂടെ പറയണം. ഓക്കെ അല്ലേ? കുറയ്ക്കണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടണം. 20,000. അടുത്ത് പറയട്ടെ. ഇൻട്രസ്റ്റ് ഓവർ ഡ്രാഫ്റ്റിൻ്റെ 9,200 വാസ് ഡെബിറ്റഡ് ബൈ ബാങ്ക് ഇൻ പാസ്ബുക്ക്. ദ ഇൻഫർമേഷൻ വാസ് റിസീവ്ഡ് 3rd April ആർക്ക് കിട്ടിയത്? അങ്ങനെ ഡെബിറ്റ് ചെയ്ത്. എന്തൊക്കെ പൊട്ടത്തരാ, അതൊക്കെ പണ്ടത്തെ കാലമാണ്. 9,300 ബാങ്ക് പാസ്ബുക്കിൻ്റെ ചാർജ് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിൻ്റെ എമൗണ്ട് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് വരില്ലേ? പിന്നെ എങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് കേൾക്കുക എന്ന് പറയുന്നതിലൊക്കെ എന്താ പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? പൊട്ടത്തരല്ലേ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പക്ഷേ പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? യെസ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പിടിച്ചോ. എവിടെയാണ്? ഇൻട്രസ്റ്റ് ഓവർ ഡ്രാഫ്റ്റിൻ്റെ ഡെബിറ്റ് ചെയ്തു. നോട്ട് ദ പോയിന്റ്. ഏതാ? ഡെബിറ്റ് ചെയ്തു. അപ്പോൾ പാസ്ബുക്കിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചു. 9,300. നമ്മളിനി എന്ത് ചെയ്യണം? അത് എവിടെ കുറച്ചിട്ടില്ല? ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ചിട്ടില്ല. അപ്പോൾ ഇതിന്ന് കുറച്ചായിരുന്നു. പാസ്ബുക്കാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ബിക്കോസ് പാസ്ബുക്കിന് ഏതാ ബാലൻസ്? പോസിറ്റീവ് അല്ല, ഏതാ? നെഗറ്റീവാണ്. ഇനി വേറെ ട്രിക്കും കൂടെ ഉണ്ട് കേട്ടോ. വേറെ ട്രിക്ക് ഉണ്ട് പറയണ. എന്താ വെച്ചാൽ നമ്മൾ ബാലൻസ് ആസ് പെർ ഏതന്നെ ഇടുക? ക്യാഷ് ബുക്ക് ഇടുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. എന്നിട്ട് ആ എമൗണ്ട് ഇല്ലേ, അത് ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. ബ്രാക്കറ്റിൽ ഇട്ടതിൻ്റെ മീനിങ് എന്താ? അത് മൈനസ് ഫിഗറാണ്. പിന്നെ നിങ്ങൾ ആഡും ലെസ്സും എഴുതി പോയിക്കോ. പക്ഷെ ആഡ് ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുക? മൈനസിൽ നിന്ന് ലെസ് ചെയ്യും. ലെസ് ചെയ്യണ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അങ്ങനെ മെത്തേഡ് ഉണ്ട്. മനസ്സിലായ സാധനം? കിട്ടിയാ? കിട്ടാത്തൊരു കുഴപ്പമില്ല. അത് ബേസിക്കാണ്, മാത്സാണ്. ഓക്കെ അല്ലേ? പ്ലസിൻ്റെ കൂടെ പ്ലസ് ആയാലും എന്ത് ചെയ്യും? പ്ലസ് ആണ്. മൈനസിൻ്റെ കൂടെ പ്ലസ് ആയാൽ എന്താ? മൈനസ് ആണ് അല്ലേ? വ്യത്യസ്തങ്ങൾ തമ്മിൽ കൂടുമ്പോൾ വലുതിൽ നിന്നും ചെറുത് ചേർത്ത് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. വിട്ടാളെ. ഓക്കെ. അപ്പോൾ ഈ 9,300 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അടുത്ത ഐറ്റം പറയും. കഴിയാൻ പോണ്. ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ ആരാണ്? നാബിൻ ട്രേഡേഴ്സ്. 4,000 നോട്ട് എൻറ്റേർഡ് ഇൻ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. 4,000 എവിടെ കൂടി? പാസ്ബുക്കിൽ കൂടി.
പാസ്ബുക്കിൽ നിന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടണം. അടുത്ത കോർപ്പറേഷൻ ടാക്സ് 10,000 പെയ്ഡ് ബൈ ബാങ്ക് ആസ് പെർ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. പക്ഷേ പാസ്ബുക്കിൽ മാത്രം. അപ്പോൾ ഇവിടുന്ന് 12,000 ഇവിടുന്ന് പറഞ്ഞ് പാസ്ബുക്കിൽ നിന്ന് പറഞ്ഞ് കൂട്ടണം. ഇവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇനി ഒന്ന് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് നോട്ടിൽ എഴുതണമൊക്കെ പിന്നെ ചെയ്താൽ മതി. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ലാസ്റ്റ് പറയും. അപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന സാധനമാണ് എന്ത്? ബാലൻസ് ആസ് പെർ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ ഏതാണ്? ക്യാഷ് ബുക്ക്. എത്ര വരും പറയും? ചെയ്തോണ്ടാ എടാ, ഹലോ, ചെയ്തോണ്ടാ, ഞാൻ വെയിറ്റിംഗ്. ഒരു ലക്ഷത്തി 1,00,000 കറക്റ്റ്. 1,08,000 ആൻസർ. വേഗാവട്ടെ.